ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളത്തെ ശേഷമാണ് ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞുവാവ ഉണ്ടായി. കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ 6 മാസമായതുകൊണ്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും ചെടിക്കകത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ കുറേ ചെടികൾ തന്നെ നഷ്ടമായി. പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട്, എന്നാലും കുറേയൊക്കെ വെറൈറ്റികൾ നഷ്ടമായി. അപ്പം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഓഫറുമായിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചു. ഓഫർ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ട്യൂബേഴ്സ് എല്ലാം സെയിലിനുള്ളതാണ്. ഇതിൽ പലതും മൾട്ടി സ്പ്രൗട്ടഡാണ്, പലതിലും സിംഗിൾ സ്പ്രൗട്ടാണ്, പിന്നെയും സ്പ്രൗട്ട് വരുന്ന ട്യൂബേഴ്സാണ്. അപ്പം ഇത് ഏതൊക്കെ വെറൈറ്റീസാണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കില്ലേ, എനിക്കറിയില്ല. ഇതിൻ്റെ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചാൽ 15 ട്യൂബറിന് റേറ്റ് വരുന്നത് 1000 രൂപയാണ്. 15 ട്യൂബറിന് 1000 രൂപ പ്ലസ് കൊറിയർ ചാർജ്, ഇത്രയുമാണ് റേറ്റ് വരുന്നത്. ഐഡിയ അറിയില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് ഏത് വെറൈറ്റി വേണമെങ്കിലും ആവാം. സീഡ്ലിംഗ് ആവാം, ചൻവാഡ് ആവാം, ഋഷി ആവാം, KOS ആവാം, അതേപോലെ ജലൂസബ്, നിമിൻ മൈ, ടിഡാസ്വാൻ, അതേപോലെ സനം ചായ്, പിങ്ക് ഫ്ലെമിംഗോ, അതല്ല എങ്കിൽ ഹോട്ട് പിങ്ക്, ഭൈരവ, തവീക്കാൻ, അങ്ങനെ തുടങ്ങി ഏത് വെറൈറ്റികൾ വേണമെങ്കിലും ആവാം. സീഡ്ലിങ്ങും ആവാം. എനിക്കതിൽ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നൊരു ഉറപ്പ്, ഒരേപോലുള്ള വെറൈറ്റികൾ തരാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. കാരണം ലീഫിൻ്റെ വെറൈറ്റി അനുസരിച്ചാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ പ്ലാന്റിനും ഓരോ ടൈപ്പ് ലീഫായിരിക്കും അല്ലേ. അപ്പോൾ ആ ലീഫിലുള്ള ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിൻ്റെ ട്യൂബർ സെലക്ട് ചെയ്ത് വെക്കുന്നത്. ഓൾറെഡി സെയിൽ പോസ്റ്റ് ഇട്ടിരുന്നു, നമ്മുടെ സ്റ്റാറ്റസായിട്ടും അല്ലാതെ ഗ്രൂപ്പുകളിലൊക്കെ സെയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് സെയിലുകൾ കിട്ടിയായിരുന്നു. അപ്പം ബാക്കിയും കുറേ ട്യൂബേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഉള്ള ട്യൂബേഴ്സിൻ്റെയൊക്കെ ജസ്റ്റ് ഫോട്ടോസ് കാണിക്കാം. ഈ കാണുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കൊറിയർ അയച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെയാണ് കൊറിയർ അയക്കുന്നത്. 15 ട്യൂബേഴ്സ് ഇങ്ങനെയായിരിക്കും അയക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ അവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ ഫോട്ടോസ് ജസ്റ്റ് ഞാൻ അവർക്ക് അയക്കുന്നതിന് മുമ്പ് ഫോട്ടോസ് ഷെയർ ചെയ്യുമല്ലോ, അപ്പോൾ അത് അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. ഈ ഓരോ ഫോട്ടോയും കാണുന്നത് നമുക്ക് ഓരോരുത്തർക്ക് അയച്ചു കൊടുത്ത ട്യൂബേഴ്സിൻ്റെ പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. എന്തായാലും കറക്റ്റ് 15 ട്യൂബേഴ്സ് അല്ല നമ്മൾ വെച്ചേക്കുന്നത്. അഡീഷണൽ 1-2 ട്യൂബേഴ്സ് കൂടെ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു സെയിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞൊക്കെ ആയിട്ട് എനിക്കിതിനകത്തോട്ട് കൂടുതൽ ശ്രദ്ധിക്കാനൊന്നും പറ്റാതിരിക്കുന്ന ഒരു ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർഡർ വരുമ്പം ചെടിയെടുത്ത് അയച്ചു കൊടുക്കും എന്നേ ഉള്ളായിരുന്നു. കൂടുതൽ പരിചരണമോ യാതൊരു കാര്യങ്ങളും അങ്ങോട്ട് നോക്കുന്നില്ല. പൂക്കൾ ഏതെങ്കിലും പൂക്കുവാണെങ്കിൽ കാണും, അത്രയേ ഉള്ളൂ. അതിനപ്പുറം അതിനകത്തോട്ട് ഒരു കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എപ്പോഴും ഒന്ന് റിപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്ത് വെള്ളമൊക്കെ മാറി അങ്ങനെ ഒന്ന് എല്ലാവരുടെയും ഹെൽപ്പ്, വീട്ടിലെല്ലാവരുടെയും ഹെൽപ്പോടുകൂടി അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാനങ്ങനെ ഫുള്ളി അതിനകത്തോട്ട് പോകുന്നൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് പോയി പൂക്കുന്നുണ്ടോ ഉണ്ടോ എന്നൊക്കെ നോക്കും. അങ്ങനെ കുറേ വെറൈറ്റികൾ എനിക്ക് നഷ്ടവുമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ, എപ്പോഴും ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ നമുക്ക് നടാൻ ടബില്ലാതെ വരുമ്പം ഇതെല്ലാം കൂടെ എടുത്ത് പൊട്ടിയ പഴയ ടബ്, ഇതേപോലുള്ള ടബിനകത്തൊക്കെ എടുത്ത് ട്യൂബർ ഇട്ടേക്കും. അപ്പോൾ അങ്ങനെ അവിടെ കിടന്ന് കിളിച്ച് ഇങ്ങനെ കിടക്കുമല്ലോ. ചിലതൊക്കെ കിളിച്ച് അങ്ങ് പൂവാവും. അന്നേരം പൂവാവുന്നതൊക്കെ എടുത്ത് മാറ്റി നടും. ബാക്കി അതിനകത്ത് തന്നെ കിടക്കും. അങ്ങനെ കിടന്ന് എൻ്റെ കയ്യിൽ കുറേ ടബ്, ഈ കാണുന്ന ടബുകളിലെല്ലാം ഇങ്ങനെ ഇട്ടിരുന്ന ട്യൂബേഴ്സ് കിടന്ന് കിളിച്ച് കിടക്കുന്നതാണ്. വെറുതെ കിടന്ന് കിളിക്കും. അപ്പോൾ ഏതാണെന്ന് എനിക്ക് തന്നെ ഐഡിയ ഇല്ല. നല്ല പ്ലാന്റ്സ്, നല്ല വെറൈറ്റീസ് കിട്ടിയ ലക്ക്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഏത് വെറൈറ്റി പോവാം, എൻ്റേത് മിസ്സായ വെറൈറ്റികൾ പലതും ഇതിനകത്ത് കാണും, എനിക്ക് തന്നെ ഉറപ്പില്ല. അപ്പം നിങ്ങൾക്ക് ഈ ട്യൂബേഴ്സ് ആവശ്യമുണ്ട് എങ്കിൽ, വേണം എങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് ത്രൂ ആണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ നമ്പർ ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതിൽ മെസ്സേജ് അയയ്ക്കുക. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. പലവിധ തിരക്കുകൾ കാരണം, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും മെസ്സേജിന് റിപ്ലൈ തരുന്നതിന് കുറച്ച് ലേറ്റായി പോയാൽ ക്ഷമിക്കുക. ഒന്നുകൂടി മെസ്സേജ് അയയ്ക്കുക. പല മെസ്സേജുകൾ വരുന്ന കാരണം ആദ്യം അയച്ച മെസ്സേജൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയിന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.